പന്നി ഞാൻ പറഞ്ഞ കേക്കണ്ടേ നീ? വാടാ ഒറ്റക്കൊറ്റക്ക് മുട്ടാ വാടാ. അതേടാ അമ്പി തന്നെ നിന്നെ പൊക്കെ പറയാൻ വന്നത്. സ്റ്റീഫൻ വിളിച്ചോണ്ട് പോ ഗ്യാപ്പ് ഗോപാല. വേണ്ടി വന്നാ കൊണ്ടുപോകും. അതെ താൻ അവനെ കണ്ടാ പറഞ്ഞേരെ, ഞാൻ അവനെ കണ്ടാ എടുത്ത് കോണ കൊടുക്കുന്നു. കോണകെടുക്ക് അങ്ങനെ ഒരു സാമാനം ഉണ്ട്, കാണണോ? മര്യാദക്ക് തുറക്കുന്നവനക്ക് നല്ലത്. കുറെ നാളാടാ നിന്നെ തപ്പി നടക്കണം. എന്നെ സഹായിക്കണം, അനിയനെ പോലെ കാണണം, സംരക്ഷിക്കണം. ഇവിടെ കളിക്കാൻ ഇറങ്ങുമ്പോ ഇച്ചിരി കൂടെ മൂത്ത ഒരെണ്ണത്തിന് ഇറക്കും. ഇതുപോലൊരു 5-8 കിടക്കേണ്ട തറവാടായിരുന്നു എന്റേത്, അല്ലേ? ഇപ്പൊ ഒരു അംബാസിഡർ പോലും ഇല്ല. കഴിഞ്ഞ തവണ നീ എൻ്റെ രക്ഷപ്പെട്ടു. ഇത്തവണ അത് നടക്കാൻ പോണില്ല. എന്റെ കുട്ടിയുടെ ദേഹത്ത് ആരുടെയെങ്കിലും ഒരു കൈവിരൽ പാട് പതിഞ്ഞുവെന്ന് ഞാൻ കണ്ടാൽ ആ നിമിഷം ഞാൻ തിരിച്ചു വരും ഈ അസുര ഗ്രാമത്തിലേക്ക്. എന്റെ നെഞ്ചിനകത്തൊരു പെടപെടപ്പാ. പിന്നെ കണ്ണടച്ച് പടച്ചോനെ വിളിക്കും എന്റെ റബ്ബേ. എനിക്ക് വേണമെങ്കിൽ പറയാതെ ചെയ്യാം, പക്ഷെ നീ അനുഭവിക്കുന്ന ടെൻഷൻ ഉണ്ടല്ലോ, അതെനിക്ക് കാണണം. നാട്ടിൽ കൊണ്ടുപോകാൻ വന്നാണ്. കാറൊക്കെട്ട് വന്ന നീ പറഞ്ഞിടത്തെ ഇനി വിടാൻ പറ്റില്ല. നീ ചെല്ല, നമ്മളോട് ചെല്ലേ. ചെറ്റക്കുടിലിൽ ജനിച്ചവൻ ദന്തഗോപുരത്തിൽ എത്തിയത് എങ്ങനെയാന്നാ ചില പട്ടികളുടെ ചോദ്യം. സ്വന്തം പ്രയത്നം കൊണ്ട്. രംഗച്ചേട്ടൻ റെഡിയാക്കാം. നിനക്കൊക്കെ കഴപ്പ്, കാരണം നീ ജീവനെ കണ്ടിട്ടില്ല. അതാ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയടാ. ചമ്മി എന്ന് പറഞ്ഞ ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല. ഇടയ്ക്കൊക്കെ ചമ്മണോണ്ട് കുഴപ്പമില്ല, അഹങ്കാരം കുറയൂന്നേ. എത്ര ചുവടുകൾ വച്ചു, എത്ര തലകൾ എടുത്തു ഈ KGF കെട്ടിപ്പടുക്കാൻ. നീയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ഓർത്ത് ഇനി ഫാദർ കരയരുത്. കുടുംബത്തെ കയറ്റം കൊള്ളൂലവനെ. പിന്നെ എല്ലാം കൂടെ വീതിച്ച് വിളമ്പി കഴിവേറ്റുമ്പോ അതൊന്നും ഒരു തരി മണ്ണി കൊച്ചുഞ്ഞിന് വേണ്ട. ഓ അതെ, ഞങ്ങൾ എല്ലാരും കൂടെ നാട് വിട്ടാലോ? നീയും കൊടുക്കും. ഇത്രയും കാലം അമ്മച്ചി അവന്റെ നന്മയ്ക്ക് വേണ്ടി തെളിയിച്ച മെഴുകുതിരികളൊന്നും വെറുതെ കത്തി തീർന്നിട്ടില്ല, അതുറപ്പാ. മാരാരി കേസിൽ അപ്പീർ ചെയ്യുകയും ചെയ്യും, പുല്ല് പോലെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നു. അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. എന്താ ഇവിടെ തുമ്പത്തൊരു ചൊറിച്ചില് നന്നായിട്ടൊന്ന് മാറുമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇവിടുത്തെ കാരണവര് ജോർജ്. അത് പിന്നെ എനിക്കിതില് വലിയ അനുഭവമൊന്നും ഇല്ലട്ടോ. നീ പറഞ്ഞാ ഞാൻ ട്രൈ ചെയ്യാം. അളിയാ, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയാവോ? കണ്ടു കിട്ടണ്ടേ? ഞാൻ നിന്റെ തൊട്ടുപുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേടാ. എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ട് ഞാൻ പോണുണ്ട്. അതിനു മുമ്പ് എനിക്കറിയണം, ഓട്ടമുക്കാലണയ്ക്ക് ഗതിയില്ലാത്ത വടക്കം വീട്ടിലെ ഈ താന്തോന്നി എങ്ങനെയാ இந்த உலகத்துக்கு தலைவராയത്? കിഴക്കെടുത്ത ചെക്കനുമായി നീ കല്യാണം ഉറപ്പിച്ച ദേവിയെ എനിക്കിഷ്ടമാണ്. നീ ദേവിയെ എന്തിട്ടിപ്പ ചെയ്യണ്ടേ? നമ്മടെ കൂടെ അങ്ങോട്ട് പോരണ്ട. അയ്പിനെ നിങ്ങൾ നോക്കിയാ പൊങ്ങലുണ്ടാക്കളാങ്ങളെ. എടാ പറഞ്ഞോ, വന്നിട്ടുണ്ട്. എന്റെ കുടുംബം മുഴുവൻ മുടിക്കുമെന്നാണ് അയാൾ പറയുന്നത്. ആര്? പണ്ടത്തെ ഒരു ക്രിമിനലാണ് അലിയാർ. എല്ലാ പന്നികളെയും കൂട്ടി ഇപ്പൊ സ്ഥലം വിട്ടോണം. ഇവറ്റകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഏരിയയിൽ എവിടെയെങ്കിലും മണപ്പിച്ച് നടന്ന അല്ല പോണില്ലേ?
അവനെ ഞാൻ കൂടെ നിർത്തിയതാ. പേരിന് ഒരു ഗുണ്ടയാണല്ലോ. നമുക്ക് പണിയാ. നീ പുറത്തെന്നെ കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാ. പേര് ആന്റണി, എന്നയുടെ ലോക്കൽ ഗാർഡിയൻ. ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ? ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ? ലയണൽ മെസ്സി വിരമിക്കുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. വാർത്താ ഏജൻസി റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവൻ എന്താ പറഞ്ഞറിയോ? നിനക്ക് ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല കഴുതേ എന്നാ. ഇപ്പൊ എന്താ ചെയ്യലെന്നറിയില്ല. എന്നാ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുന്നതല്ലേ നല്ലത്? സ്വന്തമായിട്ട് എന്ത് തുടങ്ങാൻ? ഒന്നുമില്ല, ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലല്ലോ. എനിക്ക് തിരിച്ചു വരണം. റോട്ടിൽ നെഞ്ചും വിരിച്ചു വെക്കുന്ന മാക്രിക്കുണ്ട് ചേട്ടാ ഈഗോ. പറഞ്ഞേക്ക് നിന്റെയൊക്കെ കുട്ടൻ്റെ അടുത്ത്. അന്ന് നീ രക്ഷിച്ചത് എന്റെ മരുമകനെ മാത്രമല്ല, ഈ വീടിനെ. ഇവനുണ്ടല്ലോ ഈ മറഡോണ, എന്റെ കുഞ്ഞനുജനാണിവൻ. ഈ മൂസാക്കയുടെ കുഞ്ഞനുജൻ മറക്കൂല. രാമായണവും വായിച്ച് വീട്ടിലിരിക്കേണ്ട പ്രായത്തിൽ ധർമ്മരാജൻ മാസ്റ്റർക്ക് തോന്നിയ ഒരു ബുദ്ധിമോശത്തിന് കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല അമ്മാവ. ഞാൻ ഒന്ന് ഇടപെടട്ടെ. ചെറുതായിട്ട്. ഇനി ആർക്കും എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റൂല. എല്ലാം ജോസേട്ടായി നോക്കിക്കോളൂ. പച്ചയ്ക്ക് കത്തിക്കാൻ പോയടത്തുനിന്ന് ഈ മാധവനുണ്ടി ആ കൊത്തിയെടുത്ത് രക്ഷപ്പെടുത്തിയത് മറക്കില്ല സർ, മറക്കില്ല. അതൊന്നും പക്ഷെ ഇവൻ അറിയില്ല. ഈ ഇട്ടിക്കണ്ടപ്പൻ ചിലത് അറിയണം. ഞങ്ങൾ ചേട്ടാനിമാർ പലതും ഉണ്ടാവും. അത് കണ്ടിട്ടായിരിക്കും ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണ് നുള്ളിട്ടാണുണ്ടല്ലോ തള്ളേ. കലക്കിടവനു, നീ വിശ്വനോട് ക്ഷമിക്കും. അയ്യോ ഈശ്വരാ, അങ്ങനെയൊന്നുമില്ല. അങ്ങനൊക്കെ ഉണ്ട്. നീയൊക്കെ കൂടെ പറഞ്ഞെന്നെ വില്ലനാക്കുമായിരിക്കും. പക്ഷെ അനിയ വില്ലന്മാർക്ക് കയ്യടി കിട്ടുന്ന കാലമാണ്. സെക്കൻഡ് പാർട്ടിന്റെ കാര്യം അതേതായാലും ഉണ്ടാകും സാറേ. പക്ഷേ അതിന് നിങ്ങൾക്കൊന്നും സീൻ ഉണ്ടാവില്ല. ഞാൻ വരാം. ധർമ്മരാജൻ മാസ്റ്റർക്കൊപ്പം ഇനി മുതൽ ആന്റണി ഉണ്ടാവും. താനേതാ? അല്ല, ഞാനാണല്ലോ മൊത്തത്തില് ഇതൊക്കെ. മൊത്തത്തിലോ? എന്ത് മൊത്തത്തില്? ഭാഗ്യം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവില്ല ജോർജ് കുട്ടി. ഇപ്പോഴാ ഓർത്തത്, ബാത്റൂമിൽ പോയില്ല. ഓഹോ, എന്നാ ഞാനങ്ങട്. ആ